ഈ കുറെ വർഷം മുമ്പ് ഒരു കഥ പറയാൻ പോകുന്നുണ്ടല്ലോ ശരിക്കും. അപ്പോ നമുക്ക് ഇപ്പൊ നറേറ്റ് ചെയ്യാൻ ചെന്നപ്പോഴും അതെവിടെയെന്ന് ആദ്യം ചോദിച്ചാണ് കേട്ടെ. ശരിക്കും ആ ടൈമിൽ കേട്ട കഥ ആ കഥ ഇതുപോലെ ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ്. ഇതുപോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. ഇതല്ല കഥ. അതൊരു സീരിയൽ കില്ലറിന്റെ കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്. നല്ല രസമുള്ള കഥയാണ്. അതൊരു 10-20 വർഷമായി അല്ലേ, 2005, 20 വർഷം കൃത്യം. പറഞ്ഞ് ഞാൻ കുറച്ച് ആവേശഭരിതനായിട്ട് പിന്നെ പുള്ളി ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പിന്നെ ഇവിടെയാണ് പോകുന്നത്. പക്ഷെ നല്ല കഥയാണ്. പക്ഷെ അത് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡ് അല്ല, ഇയാള് സസ്പെൻഡാണ്. റിട്ടയറിംഗ് പോലീസ്. അതേ റിട്ടയർമെന്റ് ആണ്. ഇപ്പൊ പുള്ളി അത് ചെറിഞ്ഞെടുത്ത് വേറെ കഥകളുണ്ടല്ലോ. അഭിപ്രായങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടി നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. അത് അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളുടെ ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക് അങ്ങനെ ഒരു കുസ്തിക്കാരൊന്നുമല്ല. അയാൾ തൽക്കാലത്തേക്കൊരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിലെ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 10-100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടെങ്കിൽ നമ്മളിവിടെ ഞാനും ചെയ്തിട്ടുണ്ടില്ലെന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ച് റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ വന്നത്. സാറ് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗ് ഒരുപാട് കണ്ടതല്ലേ. അപ്പോൾ അതൊരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ. മാത്രമാണ് ഇത്രയും ആൾക്കാർ ചോദ്യം ചോദിക്കാനായിട്ട്. 10-35-40 പേരുണ്ട്. മമ്മൂട്ടി കമ്പനി ആ ഒരു പ്രൊഡക്ഷൻ ഹൗസ് വന്നതിന് ശേഷം ഓരോ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിലൊന്ന് വ്യത്യസ്തവുമാണ്. അതേപോലെ സിനിമ ആരാധകർ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളാണ്. സോ മമ്മൂട്ടി കമ്പനി എന്ന പേര് മലയാള സിനിമയിൽ എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്. മമ്മൂക്ക അഭിനയിക്കാത്ത അല്ലെങ്കിൽ അതെ അതെ അതേപോലെ ഈ സിനിമ ബാക്കപ്പ് ചെയ്യാമെന്ന് മമ്മൂക്ക തന്നെയാണ് വിളിച്ച് ഗൗതം സാറിനോട് പറയുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കപ്പ് ചെയ്യാൻ തോന്നിയ ആ ഒരു മൂവ്മെന്റ് എപ്പോഴായിരുന്നു? അല്ല, അതല്ല, നമ്മൾ സിനിമകൾ ചെയ്യുന്നു, പിന്നെ ഒരു പ്രൊഡ്യൂസർ കണ്ടുപിടിക്കേണ്ട കാര്യം ബുദ്ധിമുട്ടിക്കേണ്ട കൂടി. നമ്മൾ ഏതായാലും ഇവിടെ വീട്ടിൽ തുറന്നിരിപ്പുണ്ടല്ലോ, നമുക്ക് തന്നെ അല്ലാതെ നമ്മുടെ ആ സിനിമ പിടിച്ചെടുത്തോന്നുമില്ല. പുള്ളി ഒരു പ്രൊഡ്യൂസറെ കൊണ്ടുവരേണ്ട സമയം വേണ്ട, നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു. നമുക്ക് പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നമ്മൾ കണ്ടിരുന്നെങ്കിൽ ഞാൻ കുറേ മലയാളത്തിൽ ഇങ്ങനെ ഇറങ്ങി സെറ്റിരിക്കുക. പക്ഷെ ഇപ്പോൾ സാർ അടുത്തിരിക്കുമ്പോൾ കുറച്ച് നെർവസ് ആണ് എനിക്ക്. നമ്മൾ ഐ ട്രൈ ആൻഡ് ഗെറ്റ് ഓവർ ദ നെർവസ്നെസ്. Today I'm very happy to be here for sure, sharing this space with sir. ഞാൻ ഈ ഓൾമോസ്റ്റ് ഒരു 8 to 9 months മുമ്പ് ഞാൻ ഈ കഥ ഡോക്ടർ നീരജിനെ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതൊരു ഇതിപ്പോൾ ഇതാണ് ട്രെൻഡ്, പക്ഷേ ആൻഡ് ഇതൊരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ്, ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓൺ ദിസ് ഡൊമിനിക്, ഈ ക്യാരക്ടർ ട്രാവൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എനിക്കത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കാൻ ഒരു 3 months ആയി. സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ ഫസ്റ്റ് സാർ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ടു മെനി ഫിലിംസ് അത് കേരള വേണമെന്ന് ചോദിച്ചു. Then I said, sir, listen to the story. I'm sure you'll like it. Oh, sir heard the story and he immediately said we will start shoot in 10 days. This wonderful team and cast that's sitting next to me. Sir knew most of the suggestions about casting, and I completely went with his call. Beautiful call it was to cast Sushmita as Nandita, Meenakshi as Pooja, and Vineet sir, the character that he played as Prakash, and almost every other actor who played the character in the film. It was my call to bring Vishnu on board, and sir immediately said yes.
and Darbo Kashyap did the music, and Anthony did the editing. And I don't mean any lesser than what I'm trying to say, but I'm extremely happy to be here today and with the response that this film is getting.